ഒരു ഉത്തരം സാധാരണക്കാരന് ലഭിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ആരോഗ്യമന്ത്രി ഇന്ന് എന്തെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചോ? അമൃത, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാനിപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വീടിന് സമീപത്ത് ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിന് മുമ്പിലാണ് നിൽക്കുന്നത്. തൈക്കാട് ഹൗസിൽ നിന്ന് രാവിലെ ഏതാണ്ട് ഒരു 9 മണിയോട് കൂടിയാണ് മന്ത്രി വീണ ജോർജ് ഇവിടുന്ന് തൻ്റെ ഓഫീസിലേക്ക് മടങ്ങിയത്. വീട്ടിൽ നിന്ന് നമുക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ തന്നെ കാണാം. കഴിഞ്ഞ ദിവസം ഏതാണ്ട് മെഡിക്കൽ കോളേജ് ഡോക്ടർ ഹാരിസ് തേക്കലിൻ്റെ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ പ്രതികരണം എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മന്ത്രി തൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തേക്ക് തൻ്റെ വാഹനത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്നും സമാനമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ. മന്ത്രിയുടെ വീടിന് മുമ്പിൽ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ നാം അടക്കമുള്ള മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുന്നു. മന്ത്രി പുറത്തേക്ക് വരുമ്പോൾ ഒരു തരത്തിലും വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ വാഹനത്തിൽ നിന്ന് തന്നെ വാഹനത്തിൽ കയറി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും മന്ത്രി ഇക്കാര്യത്തിനകത്ത് ഇന്നലെ കോട്ടയത്ത് പ്രതികരിച്ചതിന് ശേഷം മറ്റ് കൂടുതൽ പ്രതികരണത്തിലേക്ക് മന്ത്രി വീണ ജോർജ് പോയിട്ടില്ല. ഒരുപക്ഷെ ഇനിയിപ്പോൾ കൂടുതലായിട്ടുള്ളൊരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. എന്തായാലും മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം എല്ലായിടങ്ങളിലും സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുകയാണ്. ആ പ്രതിഷേധത്തിൻ്റെ തുടർച്ച ഇന്നും ഇനി അങ്ങോട്ടും ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നെന്തായാലും മന്ത്രിയുടെ ഓഫീസിലേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് BJPയുടെ ഒരു മാർച്ചാണ് ആദ്യം വരുന്നത്. വലിയ പോലീസ് സന്നാഹം മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ പോലീസും തീർത്തിട്ടുണ്ട്. ഇന്നലെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ, യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കമുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നോണം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം നടക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക വസതിക്ക് മുമ്പിലും മന്ത്രിയുടെ അനക്സ് 2-ലെ ഓഫീസിന് മുമ്പിലും മന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലും വലിയ പോലീസ് സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം വലിയ പ്രതിഷേധങ്ങളുമായിട്ട് പ്രതിപക്ഷ പാർട്ടി സംഘടനകൾ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിലേക്കും വീട്ടിലേക്കും ഒക്കെ വരും. അല്പസമയത്തിനകം മന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ആ പരിപാടിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാകും എന്നുള്ള ചില സൂചനകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും ഒക്കെ കടക്കുക. എന്തായാലും മന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വരുമ്പോൾ മന്ത്രിക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കുകയാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അമൃത.